ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ ഗാസ വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് മുന്നോട്ട് വെച്ച ആ ഒരു ഇസ്രായേലും അമേരിക്കയും അറബ് രാജ്യങ്ങളും എല്ലാവരും കൂടി ചേർന്ന് മുന്നോട്ട് വെച്ച 21 പോയിന്റ് അടങ്ങുന്ന ആ ഒരു എഗ്രിമെൻറ്റ്, പീസ് എഗ്രിമെൻറ്റിനെ ഹമാസ് പൂർണ്ണമായിട്ട് അംഗീകരിച്ചില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ബന്ദികളെ പൂർണ്ണമായിട്ടും മോചിപ്പിക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനവുമായിട്ട് വന്നിരിക്കുകയാണ് ഹമാസ്. ബാക്കിയുള്ള ഫർദർ പോയിന്റുകൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഖത്തറിൻ്റെ ഇടപെടലുണ്ട്. ഖത്തറിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ആദ്യം ഈ ഒരു ബന്ദി മോചനത്തിന് വേണ്ടിയിട്ട് സമ്മതിപ്പിച്ച് ഈ ബന്ദികളെ മോചിപ്പിക്കുക. കാരണം ഈ ബന്ദികളെ മോചിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ ഇസ്രായേലിൻ്റെ ആ ഒരു ഡോമിനേഷൻ ഉണ്ടല്ലോ, ഇപ്പം അറ്റാക്കിംഗ് പവറിൽ നിൽക്കുന്ന ആ ഒരു ഇസ്രായേലിൻ്റെ ഡോമിനേഷൻ കുറച്ച് കുറയ്ക്കാൻ കഴിയും. കാരണം ഈ നെഗോസിയേഷൻ ടേബിളിൽ എപ്പോഴും ഇസ്രായേൽ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുന്നത് ഈ ബന്ദികളെ മോചിപ്പിക്കൂ, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പല കോംപ്ലിക്കേറ്റഡ് നെഗോസിയേഷൻ സ്റ്റെപ്പിൽ എത്തുമ്പോഴത്തേക്കും ഇസ്രായേലിന്റെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഈ ബന്ദികളെ മോചിപ്പിക്കുക. അതിന് സമ്മതിക്കാത്ത അവസ്ഥ വരുമ്പോഴാണ് ശരിക്കും പലപ്പോഴായിട്ട് ഈ ഒരു ബന്ദിമോചന ചർച്ചകൾ മൊത്തത്തിൽ പരാജയപ്പെടുന്നത്. അപ്പോൾ ആ അവസ്ഥ ശരിക്കും വരരുതെന്ന് പറഞ്ഞിട്ടാണ് ഇത്തവണത്തെ നെഗോസിയേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ പറഞ്ഞത് ബന്ദികളെ മോചിപ്പിച്ചിട്ട് മതി ബാക്കി കാര്യം. അതായത് മരണപ്പെട്ടതായിട്ടും ജീവിച്ചിരിക്കുന്നതായിട്ടും ഹമാസിന്റെ കയ്യിൽ എത്ര ബന്ദികളുണ്ടോ അത് മൊത്തത്തിൽ ഇസ്രായേലിന് കൈമാറണം. അതും എപ്പോഴാണ്? വരുന്ന ഞായറാഴ്ച 7 മണിക്ക് മുമ്പ് കൈമാറണമെന്നാണ് ട്രംപ് ട്വീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് കൃത്യമായിട്ട് ആ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അതായത് സൺഡേ 7 PM അതാണ് ലാസ്റ്റ് ടൈം. അതിനുള്ളിൽ ഹമാസ് തീരുമാനമെടുത്തിരിക്കണം. അത് കഴിഞ്ഞാൽ ആക്രമണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരിക്കും. അതായത് ഗാസയെ തൂത്തുപിറകി എറിയും എന്നാണ് പറഞ്ഞത്. അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഹമാസിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. തുർക്കി പല വിധത്തിലും ഡിപ്ലോമസി ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക എന്ത് പറയുന്നോ അതിനനുസരിച്ച് പെരുമാറേണ്ട അവസ്ഥയിലേക്ക് തുർക്കി തള്ളപ്പെട്ടിരിക്കുകയാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു നേതാവായിട്ട് മാറി തീരണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന തയ്യബ് എർദോഗന് കിട്ടിയ തിരിച്ചടിയാണിത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനെ വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പദ്ധതി അണിയറയിൽ ഒരുങ്ങാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 90% ഉറപ്പായിട്ടുള്ള വാർത്തയാണ്. അതായത് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുന്നു, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ ഒരു മാപ്പ് കാണിക്കാം. ഈ മാപ്പ് നിങ്ങൾ നോക്കിയോ. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു 3-4 വാട്ടർ റിസർവയേഴ്സ് ആണ് ഇറാൻ്റെ ഉള്ളിലുള്ളത്. ഈ 3-4 വാട്ടർ റിസർവയേഴ്സും ഇതിനകത്ത് ഈ ബ്ലൂ കളറിൽ 1, 2, 3 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഞാൻ ആരോ മാർക്കിൽ കാണിക്കാം. ഈ സ്ഥലങ്ങളെല്ലാം തന്നെയാണ് വാട്ടർ റിസർവയേഴ്സ് ഉള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 3 വാട്ടർ റിസർവയേഴ്സും ഇപ്പോൾ ഡ്രൈഡ് ഔട്ടാണ്, വെള്ളമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഒരു 1.5 മാസത്തിന് മുമ്പ് നെതന്യാഹു ഒരു ക്ലിയർ ഗ്ലാസ് വാട്ടർ എടുത്ത് ഇങ്ങനെ കുടിച്ചുകൊണ്ട് സിപ്പായിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇറാനിയൻ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. അതായത് ഇറാനിയൻ ജനങ്ങൾ, നിങ്ങൾക്ക് ഇതേപോലെ ക്ലിയർ വാട്ടർ വേണോ? ഇറാൻ വെള്ളമില്ലാതെ വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുന്നത്. അതായത് ഇസ്രായേലിന്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്, ഇസ്രായേലും ഇറാനിയൻ ജനങ്ങളും തമ്മിൽ ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ടെക്നോളജിയൊക്കെ നിങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയും. ഇസ്രായേൽ അതിന് വേണ്ടിയിട്ടുള്ള പരിപൂർണ്ണ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു റെജീം ചേഞ്ചിന്റെ സൂചനയാണ്. ഇറാനിലെ റെജീം ചേഞ്ച് നടത്താൻ നല്ല രീതിയിൽ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. ഈ റേസ പേലവിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫണ്ടിങ് റേസ പേലവിയുടെ അനുകൂലികളുമായിട്ട് ചേർന്നിട്ട് ഇറാന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഫണ്ടിങ് നടത്തുന്നുണ്ട് ഈ റേസ പേലവിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, എങ്ങനെയെങ്കിലും ഇസ്രായേലിന് ഇറാൻ എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് ത്രെറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അത് മാത്രം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 20-25 ഡേയ്സ് ഇസ്രായേൽ ഇറാന്റെ മേളിൽ ആക്രമണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റെജീം ചേഞ്ചിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് ഇവർ അഭിപ്രായപ്പെട്ട് റെഡിയായിരിക്കുന്നത്. പക്ഷേ ഇത്തവണ തുർക്കി ഉൾപ്പെടെയുള്ള, ഇതിന് മുമ്പ് ഇറാനെ സപ്പോർട്ട് ചെയ്തിരുന്ന തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തവണ മാറി നിൽക്കും. അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അബ്രഹാം അക്കോർഡിലേക്ക് സൈൻ ചെയ്യും. ഈ ഗാസ യുദ്ധം ഈ രീതിയിൽ അവസാനിക്കുന്നെങ്കിൽ ഹമാസ് ഇപ്പം ഇതാ ഓൾമോസ്റ്റ് ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റുള്ള നെഗോസിയേഷൻ പോയിന്റുകളാണ് ഇനി അവിടെ ചർച്ചയാവേണ്ടത്. ഹമാസ് എന്തായാലും ഗാസയ്ക്കുള്ളിൽ ന്യൂട്രലൈസ് ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അവർ എന്ത് തരത്തിലുള്ള നെഗോസിയേഷൻ വന്നാലും ബന്ദികളെ മൊത്തത്തിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഹമാസിന് വലിയ രീതിയിൽ അവിടെ ഒരു ഹോൾഡ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് പറയുന്നതങ്ങ് അനുസരിക്കുക എന്നുള്ളതാണ്. ഈ 21 പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിൽ പോലും വ്യതിചലിക്കില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഇത് ഫോളോ ചെയ്യേണ്ടി വരും. ഇത് നിർബന്ധമായിട്ട് നടപ്പിലാക്കി കൊടുക്കേണ്ട ചുമതല ഇത് ഒപ്പിട്ട് നടപ്പിലാക്കിയ അറബ് രാജ്യങ്ങൾക്കാണുള്ളത്. പ്രത്യേകിച്ച് തുർക്കി, ഖത്തർ, പാകിസ്ഥാൻ ഈ മാതിരിപ്പെട്ട രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ബാധ്യത വരുന്നത്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുത്തുകൊണ്ട് ഹമാസിനെ അവിടെ നിന്ന് ന്യൂട്രലൈസ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയാണ്, നിർബന്ധിതരാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ട്രാപ്ഡ് ആണ്.
അതായത് അമേരിക്കയെ വെച്ചിട്ട് നെതന്യാഹു വിരിച്ച വലയിൽ വീണിരിക്കുകയാണ് ഈ അറബ് രാജ്യങ്ങൾ. ഇനിയിപ്പോൾ എബ്രഹാം അക്കോർഡിലേക്ക് പോയി സൈൻ ചെയ്യുക. ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഈ ഇസ്രായേലിനെ അംഗീകരിക്കുക, അതായത് പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഇല്ലാതെ തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പം പല അറബ് രാജ്യങ്ങൾക്ക് വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് പാകിസ്ഥാൻ വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ വന്നിരിക്കുന്ന ഈ ഒരു തലവേദന ചെറുതല്ല. പാകിസ്ഥാന്റെ ഉള്ളിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതോടുകൂടി പാകിസ്ഥാനിൽ അടിയുണ്ടാവും, അത് ഉറപ്പാണ്. കാരണം ഇപ്പോഴും ബ്ലാസ്ഫമിയുടെ പേരിൽ ജനങ്ങളെ തൂക്കിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇറാൻ, പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളൊക്കെ. ഇനി നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ സർക്രീക്ക്, ഈ സർക്രീക്ക് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ വെക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഈ മാപ്പ് കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. അപ്പൊ ഈ സർക്രീക്ക് എന്ന് പറയുന്നത് ഇത് ഒരു ക്രീക്ക് ഏരിയയാണ്. അപ്പൊ ഈ ക്രീക്ക് ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ ലാൻഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോൾട്ടി ആയിട്ടുള്ള ഏരിയ ആണ്. ഗുജറാത്തിൽ എല്ലാവർക്കും അറിയാം, അവിടെ ഈ ഉപ്പുപാടങ്ങൾ, കല്ല് പോലെ ഹാർഡ് റോക്കായിട്ട് മാറിയിരിക്കുന്ന ഉപ്പുപാളികളുണ്ട്. അതിന്റെ മുകളിലൊക്കെ ആൾക്കാർ നടക്കാൻ പോകാറുണ്ട്. ടൂറിസ്റ്റ് പ്രദേശങ്ങളാണ്. കച്ച് എന്ന് പറഞ്ഞ പ്രദേശത്തിൽ നിന്നൊക്കെ കുറച്ചുകൂടെ അങ്ങോട്ട് നീണ്ടു പോയി കഴിഞ്ഞാൽ, കുറച്ചുകൂടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ ഉപ്പ് തറകൾ ഇങ്ങനെ കാണാൻ കഴിയും. അതിൻ്റെ ആ ഉപ്പിൻ്റെ മേളിൽ നിങ്ങൾക്ക് നടക്കാം, വണ്ടി ഓടിക്കും ആൾക്കാർ, അതേപോലെ ക്യാമൽ റൈഡിങ് നടത്തുന്നുണ്ട്. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. ആ രീതിയിൽ വളരെ സോൾട്ടി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ സർക്രീക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ ഈ പെട്രോളിംഗ് നടത്തുന്നത് ഇന്ത്യ മാത്രമാണ്. കാരണം ഈ സർക്രീക്ക് എന്ന് പറഞ്ഞ ആ ഒരു ക്രീക്ക് ഏരിയയിൽ പെട്രോളിംഗ് നടത്താനുള്ള യന്ത്ര സാമഗ്രികൾ പാകിസ്ഥാന്റെ പക്കലില്ല, പക്ഷേ ഇന്ത്യയുടെ പക്കലുണ്ട്. അപ്പോൾ ഇന്ത്യ അത് വെച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അവിടെ പെട്രോളിംഗ് നടത്താറുണ്ട്. ഈ സർ ക്രീക്ക് എന്ന് പറയുന്നത് ഈ ക്രീക്ക് ഏരിയ ആയതുകൊണ്ട് 8 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 കിലോമീറ്ററിൽ കുറച്ച് നടുഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫിഷിംഗ് ചെയ്യാൻ പറ്റും. മീൻപിടുത്തം നല്ല രീതിയിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ധാരാളം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. കാരണം ഈ ക്രീക്കിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 96 കിലോമീറ്റർ ആണ്, ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വഴിയിൽ, ഈ മാപ്പിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റെഡ് ലൈനും ഒരു ഗ്രീൻ ലൈനും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോർഡർ ഏരിയയാണ്. ഈ ഗ്രീൻ ലൈനിലൂടെയാണ് ഇന്ത്യയുടെ ബോർഡർ ഫോഴ്സ് പട്രോളിംഗ് നടത്തുന്നത്. പാകിസ്ഥാൻ ഇത് ഒഴിവാക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. പാകിസ്ഥാൻ ഇവിടെ ഒന്നിനും വരാറില്ല. ഈ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച്, ചൂട് കൂടുന്നതനുസരിച്ച്, ചൂട് കുറയുന്നതനുസരിച്ച് ഈ സോൾട്ട് ഇന്ന് ഈ വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെ ഫോം ആകാറുണ്ട്, സോൾട്ട് റോക്കുകൾ. അപ്പോൾ ഇത് വലിയ രീതിയിൽ കട്ട പിടിച്ച് കിടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും തറ തട്ടും, ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഈ ഉപ്പ് തന്നെ ഇങ്ങനെ പൊന്തി നിൽക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ലാൻഡ് നേച്ചറാണ്. കുറച്ചൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ 1924 ഈ ഗ്രീക്കിനെ കുറിച്ചുള്ള തർക്കം വരുന്നത്. പലപ്പോഴായിട്ട് പാകിസ്ഥാന്റെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡറിലേക്ക് കടന്നു കയറാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പെട്രോളിംഗ് ബോട്ട് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവരെ അലേർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് നീക്കി നിർത്താറുണ്ട്. ഇതാണ് പൊതുവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇപ്പൊ എന്താണ് സംഭവിച്ചത് പറഞ്ഞാൽ, ഈ പാകിസ്ഥാന്റെ അസിം മുനീറും ഷഹബാസ് ഷെരീഫും ഒരു ബ്രീഫ് കേസുമായിട്ട് നേരെ പോയായിരുന്നല്ലോ അമേരിക്കയിൽ. അവർ പോയിട്ട് അവിടെ എന്തൊക്കെയോ കുറച്ച് വെള്ള കളറിലും കുറച്ച് എന്തൊക്കെയോ കളറുകളിൽ ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രദർശനം നടത്തിയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവർ കാണിച്ച ഒരു പ്രത്യേകതരം എലമെന്റുകൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് ഈ ഗ്രീക്കുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്ഥലം ഏരിയയിലാണെന്നാണ് ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പാകിസ്ഥാൻ അവിടെ തന്നെ ഒരു എയർ ബേസ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ബേസ് പണിയാൻ ആഗ്രഹിക്കുന്നത്. അതിനെയാണ് ഇന്ത്യ എതിർക്കുന്നത്. കാരണം ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് അമേരിക്കയിൽ നടന്നതിനെ തുടർന്നാണ് ഇവിടെ ഒരു മിലിറ്ററി ബേസ് ആവാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ എത്തിപ്പെട്ടത്. കാരണം ഈ റെയർ എർത്ത് എലമെന്റ്സ് കിടക്കുന്നതെല്ലാം തന്നെ ബലൂചിസ്ഥാൻ, അപ്പുറത്തെ സൈഡിൽ നിന്ന് ബലൂചിസ്ഥാൻ ആർമികളുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇന്ത്യ ഉണ്ട്. അപ്പോൾ ഇതിന്റെ നടുക്ക് കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ക്രൂഷ്യലായിട്ട് എങ്ങനെയാണ് ഈ റെയർ എർത്ത് എലമെന്റ്സ് മൈനിങ് നടത്താൻ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച്. ഈ ചാലഞ്ചിന് ഒരു പ്രതിവിധിയായിട്ടാണ് പ്രാഥമികമായിട്ട് അവിടെ ജസ്റ്റ് ഒരു മിലിറ്ററി ബേസ് ഒന്ന് ജസ്റ്റ് നിർമ്മിച്ച് നോക്കാം. അപ്പോൾ ഈ മിലിറ്ററി ബേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ അകലെ ആണ് ഈ ഒരു മിലിറ്ററി ബേസ് വരുന്നത്. അതിൽ 8 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സർ ക്രീക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രീക്ക് ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രീക്ക് ഏരിയയിൽ നിന്നും ഒരു 10-12 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഒരു ബേസ് വരുന്നത്. ഇന്ത്യക്ക് വളരെ അടുത്തായിട്ടാണ്, പ്രത്യേകിച്ച് ഗുജറാത്തിന് വളരെ അടുത്ത്. അപ്പോൾ അത് ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു സർ ക്രീക്കിന്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും. POK സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോഴും കലാപം തന്നെയാണ്. ശരിക്കും ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം അവിടെ നടക്കുകയാണ്. മുസഫറാബാദ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്ക് ഈ ഒരു ടൈമിൽ POKയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കയറി ഇടപെടാൻ താല്പര്യമില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് അവിടെ തന്നെ ഒരുപാട് തീവ്ര നിലപാടുള്ള ആൾക്കാരുടെ ആ ഒരു പ്രശ്നമാണ് ഇന്ത്യയെ അലട്ടുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജീലം വാലി എന്ന് പറഞ്ഞ മുസഫറാബാദിന്റെ ഒരു ജീലം വാലിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രതിഷേധം അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അൽ ജസീറ ഉൾപ്പെടെയുള്ള ഹമാസിനെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തകർ, അതുപോലെ തന്നെ ആ ഒരു മീഡിയ എല്ലാം കൂടി പറയുന്നത് ഏതാണ്ട് 2,50,000 ഗാസ ജനങ്ങളെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് ഈ ട്രംപിന്റെ ഈ ഒരു 21 പോയിന്റ് പീസ് പ്ലാൻ എന്നാണ് പറയുന്നത്. ഇസ്രായേൽ അതിന് കൊടുത്തിരിക്കുന്ന ഒറ്റ മറുപടി എന്ന് പറഞ്ഞാൽ, അൽ ജസീറ അതിൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഹമാസിനെ ഇസ്രായേൽ പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ അംഗീകരിക്കാൻ പറയുക, എന്നിട്ട് യുദ്ധം നിർത്താം, എന്നിട്ടൊരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാക്കാലോ, എന്നിട്ട് ഈ ജനങ്ങളെ എവിടെ പാർപ്പിക്കണം, എവിടെ താമസിപ്പിക്കണം. അതായത് അൽ ജസീറ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിൽ ഗാസയെ ഭരിക്കാൻ വരുന്ന ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. അതിനെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്.
ഇപ്പം നിലവിൽ ഗാസയിലെ യുദ്ധം നിർത്താനുള്ള ഒരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. ഈ ഗാസ യുദ്ധം നിർത്തിയിട്ട് നേരെ ഇറാനിലേക്കാണ് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ഇപ്പോൾ ഗാസ യുദ്ധം തന്നെ അവസാനിപ്പിക്കാൻ വിടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പ്രൊപ്പഗൻഡയുമായിട്ട് മുന്നോട്ട് വരുന്നത്. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗൻ അമേരിക്ക വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് വൈറ്റ് ഹൗസ് കൃത്യമായിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് എർദോഗന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ തുർക്കി ഏറ്റവും കൂടുതൽ യുറേനിയം അമേരിക്കയിൽ നിന്ന് വാങ്ങാനും ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ തുർക്കിക്കുള്ളിൽ സ്ഥാപിക്കാനും വേണ്ടിയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ തന്നെയാണ്, അത് ചെയ്യാം, അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാം എന്ന് തന്നെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വാഗ്ദാനം ചെയ്തിരുന്നത്. അപ്പോൾ ആ വാഗ്ദാനത്തിനുള്ള ഫർദർ സ്റ്റെപ്പായിട്ട് ട്രംപ് ഒരു അനൗൺസ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് തുർക്കി ചെയ്യേണ്ടത് ഇറാനുമായിട്ടും റഷ്യയുമായിട്ടുള്ള കംപ്ലീറ്റ് ബന്ധങ്ങൾ നിർത്തുക. ഇറാൻ ആണെങ്കിൽ റഷ്യയുമായിട്ടാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെന്റുകൾ മൊത്തം സൈൻ ചെയ്തിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ തുടരെ റഷ്യയുമായിട്ട് പല എഗ്രിമെന്റുകൾ സൈൻ ചെയ്യാണ്. തുർക്കിക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അമേരിക്ക പൂർണ്ണമായിട്ടും തയ്യാറാണ്. പക്ഷേ തുർക്കി റഷ്യ എടുത്തും ഇറാൻ എടുത്തും വിട്ടു നിൽക്കണം. അപ്പൊ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം തുർക്കി ഇറാന്റെ വിഷയത്തിൽ ഇങ്ങനെ മാറി നിൽക്കാനുള്ള സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ. കാരണം തുർക്കിക്ക് മേലിൽ സമ്മർദ്ദം വളരെയധികം കൂടുന്നുണ്ട്. നാറ്റോയിൽ അംഗമായതുകൊണ്ട് തന്നെ റഷ്യയെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ് തുർക്കി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തുർക്കി കംപ്ലീറ്റ്ലി അമേരിക്കയുടെ അടിയിൽ സറണ്ടർ ആയിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കണ്ട ആൾക്കാർക്ക് തുർക്കിയുടെ ഫോറിൻ പോളിസി പരാജയത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും. ആ സ്ഥിതിയിലാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞ സ്ഥലത്ത് എവിടെ ചാടെന്ന് പറയുന്നത് അവിടെ ചാടാൻ റെഡിയായി നിൽക്കുന്ന തുർക്കിയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ 2-3 വീഡിയോയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രഹസ്യമായിട്ട് അമേരിക്ക ഷട്ടിൽ സർവീസ് ഖത്തർ അൽ ഉദൈദ് എയർബേസിലേക്ക് നടത്തുന്നുണ്ട്. ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറാൻ ഏറ്റവും കൂടുതൽ ഷട്ടിൽ സർവീസ് റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് നടത്തുന്നുണ്ട്. ഫൈറ്റർ ജെറ്റുകളുമായിട്ട് കാർഗോ എയർക്രാഫ്റ്റുകൾ റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് വന്ന് ഇറങ്ങുന്നതായിട്ടാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇറാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു കൺഫ്രണ്ടേഷൻ വളരെ വൈകാതെ തന്നെ ഇറാന്റെ ഉള്ളിൽ ഒരു ആക്രമണം റെഡി ആകുന്നുണ്ട്. അതുപോലെ യൂറോപ്പിൽ ചെറിയ അപ്ഡേറ്റ് ആണ്. യൂറോപ്പിൽ ഡെൻമാർക്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സ്വീഡൻ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ എയർ സ്പേസിന്റെ മേളിൽ പലപ്പോഴും ഡ്രോണുകൾ വന്ന് പറക്കുന്നതായിട്ടൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇത് ഏത് ഡ്രോൺ എന്ത് ഡ്രോൺ എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശദ വിവരങ്ങളൊന്നും അവർ പുറത്തിറക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റഷ്യ ആണെങ്കിൽ എല്ലാ ബ്ലെയിമും റഷ്യക്കാണ് പോകുന്നത്. റഷ്യ പറയുന്നത് ഏതെങ്കിലും ഒരു ഡ്രോൺ നിങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്ത് റഷ്യയുടെ ഡ്രോൺ ആണ് എന്നുള്ളത് തെളിയിക്കുക ആദ്യം, എന്നിട്ട് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹംഗറിയിലെ വിക്ടർ ഓർബൻ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്, നമ്മുടെ പോപ്പുലേഷൻ എത്രയാണ്, കമ്പയർ വിത്ത് റഷ്യ, നമ്മൾ മാസീവ് പോപ്പുലേഷൻ ആണ് റഷ്യയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ എത്ര രാജ്യങ്ങളുണ്ട്, എന്തിനാണ് നിങ്ങൾ പേടിച്ചുകൊണ്ട് ഇങ്ങനെ റഷ്യക്കെതിരെ ഇങ്ങനെ നിലകൊള്ളുന്നത്, നിങ്ങൾ ഇത്ര സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെയാണ് വിക്ടർ ഓർബൻ പറയുന്നത്. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 2033 വരെ ഹംഗറിക്കുള്ള LNG സപ്ലൈ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. കാരണം ഹംഗറി എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കൺസേൺ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉക്രൈൻ അവരുടെ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ പൈപ്പ് ലൈൻ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഹംഗറി ഈ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ക്രൈസിസിലായിരുന്നു. അപ്പോൾ അതിനൊരു പരിധിവരെ ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ മാക്രോന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്. ലിത്വാനിയയുടെ കൾച്ചറൽ മിനിസ്റ്റർ ബൈ മിസ്റ്റേക്കിന് ഒരു വാക്ക് പറഞ്ഞു. ക്രൈമിയ എന്ന് പറയുന്നത് റഷ്യക്ക് ചേരേണ്ട സ്ഥലമാണ് എന്നങ്ങ് അബദ്ധത്തിൽ അങ്ങ് പറഞ്ഞു പോയി. അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ലിത്വാനിയയുടെ ഉള്ളിൽ ഭയങ്കര പ്രശ്നങ്ങളായി. അങ്ങനെ ലിത്വാനിയയുടെ കൾച്ചറൽ മിനിസ്റ്റർ ഇന്നലെ റിസൈൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അയാളെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചെക്ക് റിപ്പബ്ലിക്കിൽ ഇലക്ഷൻ നടക്കുകയാണ്. 30% ചാൻസസ് ഫോർ റഷ്യൻ സപ്പോർട്ടർ. ഈ ചെക്ക് റിപ്പബ്ലിക്കിലും ഇലക്ഷൻ ഈ മോൾഡോവയിൽ നടന്ന അതേ സ്ട്രാറ്റജിയാണ് അവിടെ നടക്കുന്നത്. അവിടെ യൂറോപ്യൻ സപ്പോർട്ടർ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരു 50-50 ചാൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇലക്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെൽജിയം, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ 17 ഡ്രോൺ ആണ് അവരുടെ എയർ സ്പേസിൽ ഡിറ്റക്ട് ചെയ്തതായിട്ട് പറയപ്പെടുന്നത്. ഇപ്പോൾ ബെൽജിയം, ജർമ്മനിയൊക്കെ എത്ര വലിയ രാജ്യമാണ്, അവർക്ക് ഇതിനെ ഒന്ന് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ പ്രൂഫ് എടുക്കാൻ കഴിയുന്നില്ല ഇതുവരെ. വെസ്റ്റേൺ രാജ്യങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. അവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഡിഫൻസ് മേഖലയിൽ ഭയങ്കര വീക്കാണ്, ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഉക്രൈൻ്റെ അത്രയും പോലും സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റുകളെ ശരിവെക്കുന്ന പോലെ തന്നെ ഇവരുടെ ഈ ഒരു എയർ ഡിഫൻസ് വളരെ മോശമാണ്. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫെഡറൽ വർക്കേഴ്സ് റിസിഗ്നേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് അവസ്ഥയിൽ പോയി എത്തിപ്പെടും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ട്രംപ് ആണെങ്കിൽ വളരെ ഹാപ്പിയാണ്. 2 വീഡിയോ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വളരെ ഹാപ്പി ആയിട്ട് ഒരു ക്യാപ്പൊക്കെ എടുത്തെറിയുന്ന പോലുള്ള ഒരു AI വീഡിയോയും, മറ്റൊന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നെഗോസിയേഷൻസിനും ഡെമോക്രറ്റുകളെ അപ്രോച്ച് ചെയ്യാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രംപ് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഈ ഒരു ഷട്ട് ഡൗൺ പീരീഡ് നീണ്ടുപോകുന്നോ പോട്ടെ എന്നുള്ള മട്ടിൽ വളരെ കൂളായിട്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു റിസൈൻ ചെയ്ത് പോകുന്ന സ്റ്റാഫുകളെയൊക്കെ പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ട്രംപ്. എന്നിട്ടും റിസൈൻ ചെയ്ത് പോകുന്നവർ പോട്ടെ, അതിലൂടെ ഗവൺമെന്റിന്റെ ഖജനാവിന് കുറെ ലാഭം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ട്രംപ്. അപ്പോൾ അതിലൂടെ ഇത്രത്തോളം കോസ്റ്റ് കട്ടിങ്, ഇത്ര സാലറി എക്സ്പെൻസസ് നമുക്ക് സേവ് ചെയ്യാമെന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും എത്ര നാൾ ഇങ്ങനെ കൂളായിട്ട് തുടരുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇങ്ങനെ വളരെ കൂൾ മൈൻഡഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഡൊണാൾഡ് ട്രംപ്. പിന്നെ സ്വർണത്തിന്റെ വില കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് അമേരിക്കയുടെ ഈ ഒരു ഗവൺമെന്റ് ഷട്ട് ഡൗൺ തുടരുന്നിടത്തോളം കാലം
ലോൺ പല ആൾക്കാരും അമേരിക്കയിലായാലും ശരി അമേരിക്കയിൽ പല ആൾക്കാരും ലോൺ വാങ്ങി ആ ലോണാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. പക്ഷെ ഇപ്പം നിലവിൽ ലോൺ സംവിധാനമെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം അമേരിക്ക ഷട്ട് ഡൗൺ ആണ്, ലോൺ പ്രോസസ്സിംഗ് നടക്കില്ല. അപ്പോൾ ഒരു രീതിയിലുള്ള ലോൺ പ്രോസസ്സിംഗ് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു തള്ളിക്കയറ്റം കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഗോൾഡ് പ്രൈസ് ഒരുപാട് ഡ്രോപ്പ് ഡൗൺ ആയി വരുമ്പോൾ ചോദിച്ചാൽ ഇല്ല. ഇന്നലെ 50 രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഏതാണ്ട് ഒരു 110 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് താരതമ്യേന കുറച്ചുകൂടെ കുറയാനുള്ള സാധ്യതയുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ അമേരിക്കയിൽ നിലനിൽക്കുന്ന ഈ ഒരു ലോൺ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു തള്ള് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രഷർ ഇപ്പം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഗോൾഡ് പ്രൈസ് കുറച്ചിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ അമേരിക്കയിലെ ഈ ഒരു കടയടപ്പ് പെട്ടെന്നൊന്നും തുറക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.